സെന്റില് 3 നില. അതില് കൃഷിയും സീസൺ ആയിട്ട് വീട്ടിൽ കൃഷി ഇളക്കുന്ന ആളല്ലേ ചേച്ചി? നമ്മുടെ അടുക്കള വേസ്റ്റ് മുഴുവൻ നമുക്ക് കിട്ടണത് ഇങ്ങനെയാ കിട്ടണേ. പുഴുവൊന്നുമില്ല. പുഴുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? കൈ കൊണ്ട് എടുക്കാൻ പോകാം. ഞാൻ വേറെ സൂത്രം കാണിച്ചു തരട്ടെ. ഓ ഈ ചേച്ചി മൊത്തത്തെ സൂത്രക്കാരിയാണ്. സൂത്രക്കാരിയത് ഇത് എന്തോന്ന് മനസ്സിലായോ? കപ്പത്തവിയോ? അത് മുളച്ചോ? അത് മുളച്ചു. ചേച്ചി ഇത് നട്ടു വെക്കോ? ചേച്ചി ഞാൻ നട്ടു വെക്കും. അതില് കപ്പ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയണ്ടേ. ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഉപകാരം ചേച്ചി പറഞ്ഞത്. ഇത് ഫിഷാമിനോ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഞാൻ തന്നെ ചാള മേടിച്ച് ശർക്കര ആക്കിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന. അയ്യോ ഇത് ഭയങ്കര സാധനം. ഇന്ന് നമ്മൾ അടിച്ചാൽ നാളെ കുറച്ച് വളർന്നിരിക്കും ചെടി. ഈശ്വരൻ അൾട്ടിമേറ്റ് പിശുക്കിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ് കൃഷിക്കാരി നേരാതെ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരേക്കർ ഉള്ളിപ്പാടം കേട്ടോ. ലെമൺ വൈൻ അല്ലെ? ലെമൺ വൈൻ. ഞാൻ ശാസ്ത്രജ്ഞയുടെ വീട്ടിലാണ്. ശാസ്ത്രജ്ഞ ഇത് മറ്റേ പീനട്ട് ബട്ടർ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ചേച്ചി. അതേ നമ്മുടെ തക്കാളി കഴുക പോലും വേണ്ട, ധൈര്യമായിട്ട് കഴിച്ചോ. വേണേൽ ചക്ക വേരിലും കായ്ക്കൂ എന്ന് പറഞ്ഞത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന വീട്ടിലെ മിനിച്ചേച്ചി. ഇതൊരു 3 നില വീടാണ്. മിനിച്ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഓരോ സ്റ്റെപ്പും ഭയങ്കര അത്ഭുതമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. മടിയുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ മാർഗ്ഗമാണ് മിനിച്ചേച്ചി നമ്മളെ പഠിപ്പിക്കുന്നത്. മിനിച്ചേച്ചി കേട്ടോ ആള് കണ്ടോ? മിനിച്ചേച്ചിയുടെ നമ്മളിപ്പോൾ ഈ കയറി വന്ന 3 സ്റ്റെപ്പ് നിറച്ചും പച്ചക്കറി കൃഷിയും മാത്രമാണുള്ളത്. ഇതിപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ചേച്ചി ഒരു പൂവല്ലേ? പൂവുണ്ട്. ആ എല്ലാം ഉണ്ട്. ചേച്ചിയുടെ അടിപൊളി കൃഷിയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ബാ ഞാനിപ്പോ ഈ അടുത്തിടെ ചേച്ചി ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത് ഉള്ളിയല്ലേ? ഉള്ളി. ഞാൻ അതാണ് ശരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്. ഈ ഉള്ളി കൃഷി നടത്തിയിട്ട് ചേച്ചി അതിൽ നിന്ന് എത്ര തോരം വെച്ച്? അതിൽ നിന്ന് കണ്ടല്ലോ, ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇതിന്റെ ഇല മുറിച്ചെടുത്തപ്പോഴുണ്ട് ഒരു കുഞ്ഞു മുറം നിറച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചേ ഇല്ല അത്രയും കിട്ടുമെന്ന് കേട്ടോ. വെറും 10 ഉള്ളിയാണ് വെച്ചേക്കണേ. 10 ഉള്ളി? വെറും 10 ഉള്ളി. കുഞ്ഞുള്ളിയില്ലേ? ഓരോ മൂട് 10 എണ്ണമാണ് വെച്ചേക്കണത്. അത് നോക്ക്, ഇവിടെ 5 ഇവിടെ 5. അതൊരു മുറം നിറച്ച് കിട്ടിയേ. തോരൻ വെച്ചപ്പോ ഞങ്ങൾക്ക് 3 പേർക്കും ലാവിഷായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. മിനിച്ചേച്ചിക്ക് നിരവധി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞു സ്പേസിലാണ് ഇവർ കൃഷി മുഴുവൻ നടത്തിയേക്കുന്നത്. ചേച്ചി എന്ന് വെച്ചാൽ സീസണൽ കൃഷി നടത്തുന്ന ആളാണ്. സീസണായിട്ട് നമ്മൾ പാടത്ത് കൃഷി ഇറക്കുന്ന പോലെ തന്നെ സീസണായിട്ട് വീട്ടിൽ കൃഷി ഇറക്കുന്ന ആളല്ലേ ചേച്ചി? സീസൺ ഇപ്പൊ ഒരു സീസണിലാണ് ഉള്ളി വെച്ചേക്കുന്നത്. ഒരു സീസണിൽ ഇപ്പം ഇതിനകത്തൊരു സാധനം ഉണ്ട്, ഉരുളക്കിഴങ്ങ്. അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ചേച്ചിയുടെ വീടിനകത്ത് വേറൊരു സാധനമുണ്ട്. അതാണ് കാണേണ്ട സാധനം അല്ലേ ചേച്ചി? അതെ. ചേച്ചിയുടെ സ്വന്തം നമ്മുടെ വീട് ഇപ്പൊ 2.5 സെന്റില് 3 നിലയായിട്ടാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും 2.5 സെന്റില് 3 നില. അതില് കൃഷിയും. ഇവിടെ കൊറേ സെന്റ് സ്ഥലത്ത് ഇത്രയും വലിയ വീട് വെച്ചിട്ട് കൃഷി ചെയ്യാനല്ല, മണ്ണില്ല, കൃഷി ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയുന്നവര് മിനിച്ചേച്ചിയുടെ ഇന്ന് ടിപ്പ് ചോദിക്കേണ്ടതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചു വെക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം അല്ലേ ചേച്ചി? കാരണം ഞാൻ കർഷക അല്ലാത്തതുകൊണ്ട് എനിക്ക് കുഞ്ഞു സംശയങ്ങളേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അകത്തെ സാധനം എന്താണല്ലോ, അതായത് നമ്മുടെ സ്വീകരണ മുറി, പൂജാമുറി ഒക്കെ ഇതാണ്. അപ്പൊ അതിൽ കൂടി ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ ഒരു മുറിയുണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്റ്. ഇത് നമ്മള് തുണിയൊക്കെ കഴുകിയിടുന്ന സ്ഥലമാണ്. തുണിയൊക്കെ കഴുകിയിടുന്നത്, ഡ്രസ്സ് മാറുന്നതൊക്കെ ഇവിടെ സ്ഥലമാണ്. ഇവിടെ ഉണ്ടല്ലോ എന്റെ അടുക്കളയിലെ മുഴുവൻ വേസ്റ്റ് ഞാൻ സൂക്ഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് പറഞ്ഞ ചേച്ചിയുടെ ഈ 3 പേരുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആണ് ഇത്. ഇതിനകത്ത് ഇന്നലെ എന്നാ ചേച്ചി ഇട്ടെന്നാ പറഞ്ഞത്? അതിനകത്ത് ഏകദേശം ഒരു 1.5 കിലോയുടെ അടുത്ത് മീനിന്റെ വേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ സാധാരണഗതിയിൽ നിങ്ങളൊന്നും ഈ പരിസരത്ത് പോലും അടുക്കേണ്ട ആൾക്കാരല്ല, മൂക്ക് മുഖത്ത് പിടിച്ചോണ്ട് ഓടേണ്ട ആൾക്കാരാണ്. എന്നിട്ട് നിങ്ങൾ ഇത്ര റിലാക്സ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഇല്ലാന്നല്ലേ അത് വിചാരിക്കണ്ടേ? ഞാൻ തുണി മുഴുവൻ കഴുകിയിടുന്ന സ്ഥലമാണ്. നമ്മളൊരു ദുർഗന്ധമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ തുണി ഇടത്തില്ല. ഇനി അഥവാ നാട്ടിലുണ്ട് അയൽവക്കക്കാരൊക്കെ കംപ്ലൈന്റ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഇട്ട് വെച്ചേക്കണത്. ഇതിനകത്താണ് ഇത്. ഞാനിപ്പോ അതേ മിനിങ്ങാന്ന് ഇതിനകത്ത് ഏകദേശം ഒരു 1.5 കിലോയുടെ അടുത്ത് മീനിന്റെ വേസ്റ്റ് ഇതാണല്ലേ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ്. ഇനിയിപ്പോ വളമായത് കണ്ടായിരുന്നോ? അത് ഞാൻ വളമായത് കാണിച്ചു തരാമേ. ഇത് വളമാക്കി സാരമില്ല. നമുക്ക് ഇങ്ങനെയാ കിട്ടണേ. നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മുടെ അടുക്കള വേസ്റ്റ് മുഴുവൻ നമുക്ക് കിട്ടണത് ഇങ്ങനെയാ കിട്ടണേ. പുഴുവൊന്നുമില്ല. പുഴുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? കൈ കൊണ്ട് എടുക്കാൻ പോകാം. ഞാൻ വേറെ സൂത്രം കാണിച്ചു തരട്ടെ. ഓ ചേച്ചി മൊത്തത്തെ സൂത്രക്കാരിയാണ്. സൂത്രക്കാരിയത് ഇത് എന്താന്ന് മനസ്സിലായോ? കപ്പത്തവിയോ? അത് മുളച്ചോ? അത് മുളച്ചു. ചേച്ചി ഇത് നട്ടു വെക്കോ? ചേച്ചി ഞാൻ നട്ടു വെക്കും. നട്ടു വെച്ചിട്ട് അതില് കപ്പ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയണ്ടേ? അഗ്രികൾച്ചർ
റിസർച്ച് നടത്തുന്നത് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകരുതേ. ഇതുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തിടാമെന്നും പറഞ്ഞോണ്ടിരുന്നപ്പോ ദേവാറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് മഴയായിരുന്നേ, അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കുഴിച്ചു വെച്ചാനെ എന്താവോന്ന് അറിയാനേ. അറിയില്ല എനിക്ക് അപ്പ ഉണ്ടാവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ തന്നെ സ്വസ്ഥതയോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ വളമാണ് ചേച്ചി ഞാൻ എല്ലാത്തിനും ഇടുന്നത്. ഈ വളമാണ് ഞാൻ ഇടുന്നത്. ഞാൻ പ്രത്യേകിച്ച് നമ്മളിപ്പോ ചെടി നടുമ്പോഴുണ്ടല്ലോ, നടുമ്പോ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് നിറയ്ക്കണേ. അതല്ലാണ്ട് ഞാൻ പിന്നെ ഒരു വളവും ഞാൻ ഇടുന്നില്ല. ഞാൻ ഇത് മാത്രമാണ് എൻ്റെ എല്ലാ ഉള്ളിക്ക് ഇതിലാണ് നട്ടേക്കണ ഉള്ളി. ഞാൻ മണ്ണ് പോലും ചേർത്തിട്ടില്ല. ഈ സാധനം ഉണ്ടല്ലോ അത് ബേസ് ആക്കിയിട്ടിട്ടാണ് ഉള്ളി നട്ടേക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ചെടിയുടെ വളം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള വേസ്റ്റിലാണ്. ചേച്ചി അപ്പൊ ഈ സവോള ഇല്ലേ, സവോള അങ്ങനെ തന്നെ വെക്കാൻ പറ്റത്തില്ല? സവോളയും വെക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സവോള നിറച്ച് കിട്ടിയിട്ട് തോരൻ വെച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെങ്ങനെ ഇത് വേസ്റ്റ് ആവുന്നു? ചുമ്മാ വേസ്റ്റ് ആവുക? ചുമ്മാ വേസ്റ്റ് അല്ല, അങ്ങനെ ഒരു സാധനം ചുമ്മാ വേസ്റ്റ് ആവില്ല. നമ്മൾ ചുമ്മാ, എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ചു ഇട്ടിട്ടുണ്ടായിരുന്നേ, ഫ്ലാറ്റിൽ താമസിക്കുന്ന, എന്നിട്ട് ബക്കറ്റിനകത്ത് ഈ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് നാറ്റം കൊണ്ട് നിൽക്കാൻ വരെ പുഴു നുളച്ചിറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഇതാണ് സാധനം. ഇതാണ് ഇതിന്റെ. അയ്യോ, ഇത് മറ്റേ ചകിരിനാരല്ലേ? ചകിരിനാരല്ല, ഇത് ഇനോക്കുലോ എന്ന് പറയും ഇതിന്. സോറി, ചകിരിച്ചോറ് പോലെ ഇരിക്കുമെങ്കിലും മീഡിയം ചകിരിച്ചോറില് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇനോക്കുലോ ആണ് ഈ സാധനം. അപ്പൊ ഇതാണ് നമ്മൾ ഇടുന്നത്. ചകിരിച്ചോറിൽ തന്നെ വേറൊരു സാധനം ചേർത്തിട്ട്, അതായത് നമ്മുടെ ഇത് ചീഞ്ഞളിയാതെ, അളിഞ്ഞാലാണ് ദുർഗന്ധം വരുന്നത്. അളിയാതെ നമ്മുടെ ഇത് ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കുന്ന സാധനമാണ് ഇത്. ഇതിപ്പോ നമ്മുടെ മുനിസിപ്പാലിറ്റി വഴിയൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പേർക്ക് ഈ ബിന്നും ഇനോക്കുലും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് കർഷകർക്ക് മാത്രമേ കൊടുക്കൂ അല്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ രസം എന്താ അറിയാമോ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഈ വാടി ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. തെങ്ങിൻ ചോട്ടി കിടപ്പുണ്ട് ഈ സാധനം. എന്താണെന്നറിയാമോ, ഈ കൊടുത്തേക്കണ സാധനം പുഴുവുള്ളതാ. അപ്പൊ ഭയങ്കരമായിട്ട് പുഴു നുളയ്ക്കും അതില്. അത് കാണുമ്പോൾ ആൾക്കാർക്ക് അറപ്പ് വരും. ഇത് നമ്മുടെ സാധനത്തിൽ പുഴുവില്ല, അല്ലാണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിനകത്ത് പുഴു വരും. ആ പുഴുവാണ് അതിനെ തിന്ന് തീർക്കണം. 2 ടൈപ്പ് ഇനോക്കുലം ഉണ്ട്. നമ്മുടെ ഇനോക്കുലത്തിൽ പുഴു വരുന്ന ഇനോക്കുലം അല്ല, സ്മെല്ല് വരില്ല. മറ്റേതിൽ സ്മെല്ലും വരും, പുഴുവും വരും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അറപ്പ് വരും, ഭയങ്കരമായിട്ട് നുളക്കി പുഴു. എന്നിട്ട് അവര് അങ്ങനെ അതിനകത്ത് തിങ്ങന്റെ ചോട്ടിലൊക്കെ ഇട്ട് കളയുക ചെയ്യണം. അതെങ്ങനെ 2 ടൈപ്പ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടാലൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഇതിന്റെ ഏജൻസി എടുത്തേക്കുക. നമ്മളോട് ഇങ്ങനെ ഒരുപാട് പേര് ഇത് കണ്ട് ചോദിച്ചിട്ട് നമ്മൾ ബോധപൂർവ്വം എടുത്തൊന്നുമല്ല, ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഏജൻസി എടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊറിയറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നൊക്കെ മേടിക്കാം. അങ്ങനെ ഈ വീഡിയോ അടിച്ചോണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ ട്രിക്ക്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും കൈയളവിലാണ് ചേച്ചി ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വേസ്റ്റിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ ഇവിടെ എത്ര ടൈപ്പ് ചെടികളുണ്ടോ അല്ലെങ്കിൽ എത്ര ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ടോ അതിന് മൊത്തം ഇടാവുന്ന വേസ്റ്റ് സ്വന്തമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ പുഴുപ്പ് ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഉപകാരം ചേച്ചി പറഞ്ഞത്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നമ്മൾ വേസ്റ്റ് ഇടുന്നതേ മറ്റേതിങ്ങനെ നുളച്ച് കയറിക്കൊണ്ട് വരും പുഴു. എന്നിട്ട് നമ്മൾ തന്നെ ബക്കറ്റ് കഴുകാൻ ഭയങ്കര പാടുപെടുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒന്നും വേണ്ട, നിങ്ങൾ കൃഷി ഒന്നും നടത്തണ്ട, ഈ സാധനമെങ്കിലും മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കൊണ്ടേ കളയുമെങ്കിലും ചെയ്യാം. സ്മെല്ലില്ലാണ്ട് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇത്ര നേരമായിട്ട് ഞങ്ങൾക്ക് സ്മെല്ല് പോലും അടിക്കാതിരുന്നത്. ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്റെ പണി സാധനങ്ങളാണ് മൊയിലാളി, ഇതൊക്കെ എന്റെ സാധനങ്ങളൊക്കെയാണ്. ഇത് ഫിഷ് അമിനോ ആണ്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഫിഷ് അമിനോ ആസിഡ്. നമ്മള് ഇതിലേ കർഷകരുടെ പല ടൈംസും എനിക്ക് അറിയപ്പെടാം. ഇത് ഫിഷ് അമിനോ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഞാൻ തന്നെ ചാള മേടിച്ച് ശർക്കരയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന. അപ്പൊ ഇതും ചാള ശർക്കരക്കകത്തിട്ട് കലക്കിയിട്ടുള്ള പേരെന്നെ ഫിഷ് അമിനോ. മണത്ത് നോക്കൂ കൂട്ടി, ഫിഷ് അമിനോ ആസിഡ്. ഇത് പൈനാപ്പിളിന്റെ മണം അറിയാമോ? അയ്യോ, അപ്പൊ ഇതെന്തിനു ഉപയോഗിക്കുന്നു? അയ്യോ, ഇത് ഭയങ്കര സാധനം. ഇന്ന് നമ്മൾ അടിച്ചാൽ നാളെ കുറച്ച് വളർന്നിരിക്കും ചെടി. പക്ഷേ ഉണ്ടല്ലോ, ഇത് സൂക്ഷിച്ചിട്ട് എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് പകർത്തി വെച്ചപ്പോഴുണ്ട് പാചകത്തിൽ കുറച്ച് വീണ് അടുക്കള വെച്ചാ ചെയ്തു. വീണപ്പം ഞാനെന്ത് ചെയ്തു, അതെല്ലാം കൂടെ വടിച്ചൊരു ഇതിനകത്താക്കി എല്ലാം ചെടിക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വന്നു. പിറ്റേ ദിവസം ചങ്ക് കയർന്നു പോയി, കൊരിഞ്ഞ്. തിളച്ച വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുള്ള സാധനമാണ് ഇത്. നമ്മള് മത്തിയുടെ തല, അതായത് നല്ല ചാളയുണ്ടല്ലോ, ചാള കുടല് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അത് നുറുക്കിയിട്ട് ശർക്കരയും ചേർത്ത്. ഇപ്പൊ അതായത് മത്തി ഫുള്ളോടെ ഇടരുത്, മുറിച്ചിടണം. ഫുള്ളോടെ അതിന്റെ വേസ്റ്റ് കളയണോ? ഒന്നും കളയണ്ട, മത്തീനെ വെട്ടി നുറുക്കിയാൽ മതി. അതിന് ഇപ്പൊ 1 കിലോ ചാള എടുത്ത 1 കിലോ ശർക്കര അത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിനകത്തിട്ട് ഇത് മിക്സ് ചെയ്ത് അടുക്കി വെച്ചിട്ട് വെക്കണം. ഒരു 10, 35, 40 ദിവസം ആകുമ്പം അത് ആയിട്ടുണ്ടാവും.
അത് നമ്മൾ അരിച്ച് പാത്രത്തിലേക്കാക്കി ഇങ്ങനെ മനസ്സിലായില്ല. ഞങ്ങൾ പ്രേക്ഷകർ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഇവര് എക്സ്പേർട്ടുകൾ പറയുമ്പോൾ നമ്മളെ പോലെ ബുദ്ധി ഇല്ലാത്തവർക്ക് കുറച്ചു നേരം എടുക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല. കുട്ടി പതുക്കെ നിർത്തി പറയും മിനിക്കുട്ടി. എന്നാലല്ലേ ഞങ്ങളെ പോലെ പ്രേക്ഷകർക്ക് ഇതൊക്കെ പരീക്ഷിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചത് ഭയങ്കര വലിയ ടിപ്പാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ചാള മേടിച്ചിട്ട് 1 കിലോ ചാള മേടിക്കുക, ഒപ്പം തന്നെ 1 കിലോ ശർക്കരയും മേടിക്കുക. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രേ വേണ്ടു. ഈ ചാളേനെ കഴുകുവോ ഒന്നും വേണ്ട. അതിനെ കൊണ്ടുവന്ന് നമ്മളൊരു നല്ല വൃത്തിയുള്ള അടപ്പുള്ള പാത്രത്തിലായിരിക്കണം എന്നേ ഉള്ളൂ. മുറിച്ച് അതിലേക്ക് ഇടുക. അപ്പൊ ആദ്യത്തെ ഒരു ലെയർ ശർക്കര ഇടുക, അതിന്റെ മുകളിൽ ചാള ഇടുക, അങ്ങനെ അടുക്കി തീരുതനം വരെ ചെയ്യുക. എന്നിട്ട് ആ ടൈറ്റ് ഉള്ള പാത്രത്തിലാക്കി അടച്ചെവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. സ്മെല്ലും വരത്തില്ല, പുഴുവും ഒന്നുമില്ല. സ്മെല്ലും പുഴുവും ഒന്നും വരില്ല. അത് കേടായിട്ട് കറക്റ്റ് പ്രോസസ്സ് നടന്നില്ല എന്നുണ്ടെങ്കിൽ കേടാവും, പുഴു വരും. അങ്ങനെ മൂടി 30 ദിവസം വെക്കണം. 10-30 ദിവസം കഴിയുമ്പോഴത്തേക്കും 10-40 ദിവസമെങ്കിലും എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല പോലെ ഇതുപോലെ കറുത്ത നമ്മളത് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും, പൈനാപ്പിളിന്റെ സ്മെല്ല് വരും. അതാണ് അതിന്റെ കറക്റ്റ് പാകം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആക്കി കൊഴുത്തൊരു സാധനമാണ്. ഒന്ന് നോക്കട്ടെ നമ്മള് ചേച്ചിയുടെ. ഇത് കുടിക്കാനൊന്നും പറ്റില്ല. ഇച്ചിരി ആട്ടെ വന്ന് തിരിച്ച് വേണ്ട അത് മതി. അതാണ് സാധനം. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയുടെ നിറമാണ് വരുന്നത്. ശർക്കരയുടെ നിറത്തിൽ അതിങ്ങനെ ഊറി വരും. എന്നിട്ട് അത് പിന്നെ അരിച്ചെടുക്കും. നമ്മൾ തോർത്തിൽ വൃത്തിയുള്ള ഒരു തോർത്തിൽ അരിച്ചിട്ട് പാത്രത്തിലേക്ക് ആക്കി ഇതുപോലെ സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിന് 10 ml പാടുള്ളൂ. ഓഹോ നമ്മൾ ചെടിക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തില് 10 ml അത്രേ വേണ്ടൂ. അപ്പൊ അത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചെടിയുടെ ചോട്ടിൽ ഒഴിക്കാം. ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ തന്നെ ഇതും ഉണ്ടാവും. അവിടുത്തെ ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കീടനാശിനിയുമാണ്, വളവുമാണ്. കാരണം ഇതിന്റെ ആ സ്മെല്ല് കൊണ്ട് കീടങ്ങളൊന്നും, സ്മെല്ല് വെച്ചാൽ നല്ല സ്മെല്ല. ചേച്ചി പറഞ്ഞത് നല്ല കീടനാശിനിയാണെന്ന്. കീടനാശിനിയുമാണ്, വളവുമാണ് ചേച്ചി. അത് അപ്പൊ ചേച്ചി ഇത് എങ്ങനെയാ ചേച്ചിക്ക് മനസ്സിലായത്? എങ്ങനെ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കാന്ന്? എവിടെ ആ സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൃഷിപ്രാന്ത് കൂടുതലാണ്. റിസർച്ച് നടത്തി. അല്ലയോ ഞാൻ കണ്ടുപിടിച്ചൊന്നുമില്ല. എന്റെ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ അങ്ങനെയല്ല ചേച്ചിക്ക് അന്നേരം ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണമല്ല. ഈ ഫേസ്ബുക്കിൽ ഒത്തിരി കൃഷി ഗ്രൂപ്പ് ഉണ്ട്. കൃഷി ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ കൃഷിയൊക്കെ കണ്ട് അവര് ചെയ്യുന്ന രീതികളൊക്കെ നോക്കി പഠിച്ച് അങ്ങനെയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചെടി നടണമെങ്കിൽ മണ്ണിൽ നിന്ന് പറമ്പിൽ പോയി കുറച്ച് മണ്ണെടുത്ത് ചട്ടിലേക്ക് ഇറക്കും, ചെടി തരും. 2 ദിവസം ആ ചെടി അങ്ങനെ നിൽക്കും, 3-ാം ദിവസം ചെടി കരിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ അല്ല എന്നൊക്കെ ഞാൻ പഠിച്ചത് നമ്മുടെ ഫേസ്ബുക്കിലെ കർഷക സുഹൃത്തുക്കളിൽ കൂടെ. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരുക്കളാണ്. അവർ ചെയ്ത് കലാകാലങ്ങളിലായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കണ്ടുപഠിച്ചതാണ്. നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പഠിച്ച് അവരുടെ കാര്യങ്ങൾ കണ്ടുപിടിച്ചതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിൽ മൊത്തം സിമെന്റ്, അതായത് 2 സെന്റിൽ 3 നില വീട്, അതിൽ മൊത്തം സിമെന്റ്. ആ സിമെന്റിൽ മണ്ണെന്ന് പറയുന്ന പ്രദേശം ഇതേ ഇരിക്കുന്നത്. മണ്ണ് എവിടെയെന്ന് ചോദിച്ചാൽ അതെ ചേച്ചി ഈ മണ്ണ് എവിടെ നിന്ന് അടിച്ചോണ്ട് വന്ന തെണ്ടി കൊണ്ടുവന്നു ചോദിച്ചു. അതായത് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ പുതുമണ്ണ് കാണുമ്പോഴത്തേക്കും അങ്ങനെ ചേട്ടന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഉണ്ണിച്ചേട്ടൻ. ചേട്ടൻ ഒളിച്ചു നിൽക്കുന്നേ, ചേട്ടൻ വീഡിയോക്ക് വരാതിരിക്കാൻ ഒളിച്ചൊക്കെ നിൽക്കുന്ന അപ്പത്തടത്തെ ഒരു ഉണ്ണിച്ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ പ്രദീപ് ഉണ്ണി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എനിക്ക് ഓട്ടോറിക്ഷയിൽ കുറെ മണ്ണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ കുസാറ്റിൽ പണി നടക്കുമ്പോൾ ബോയ്സ് ഹോസ്റ്റലിലേക്ക് അപ്പൊ ഇങ്ങോട്ടേക്ക് മണ്ണ് പോകുമ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചിട്ട് അങ്ങനെ മണ്ണെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മണ്ണൊക്കെ ഓരോരുത്തരോട് ചോദിച്ചു. ഇപ്പൊ ഈ മല്ലിയില നട്ട് വെച്ചേക്കുന്ന തണ്ടാണോ? നട്ടല്ല, വിത്ത്. അത് കിട്ടുവാനുണ്ടോ? വിത്ത് നമ്മൾ കറിയുടെ വിത്ത് ഇല്ലേ അരയ്ക്കാൻ മേടിക്കണേ, അരയ്ക്കാൻ മേടിക്കുന്ന മല്ലി, പച്ചമല്ലി. അത് കിട്ടാൻ മുളച്ചു വരും. പച്ചമല്ലിയാണല്ലേ? നിങ്ങൾ കാഴ്ചക്കാരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാനൊരു കർഷകയല്ല, നമ്മുടെ ജോലി ഇതല്ലല്ലോ. ഇഷ്ടമുള്ളവർ പറയുമ്പോഴല്ലേ. ഇതാണ് നമ്മൾ ചേച്ചിയുടെ, ഞാൻ കുറച്ചു മുമ്പ് എടുക്കാൻ അത് കണ്ടല്ലോ എന്റെ 1 ഏക്കർ ഉള്ളിപ്പാടമാണ്. അത് തന്നെ ചേച്ചി എന്നോട് പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ 1 ഏക്കർ ഉള്ളിപ്പാടം അല്ലേ? 1 ഏക്കർ ചേച്ചി കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഈ സാധനം. പൂ ഉണ്ടായിരുന്നോ? പൂവല്ല, നമ്മൾ ഇല കട്ട് ചെയ്തെടുത്ത. അല്ല ഇതിലിങ്ങനെ പൂ ഉണ്ടാവും. ഇതിപ്പോ ജസ്റ്റ് കൂടെ ആയിട്ടുള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഇതായി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ മുറിച്ചെടുത്ത് തോരൻ വെച്ചു. ഓഹോ. അപ്പൊ ഇത് നട്ടപ്പം അടിയിലാണോ നട്ടത്, മേളിലാണോ? അല്ല, മുകളിലായിട്ടാ വെക്കണേ. ഓഹോ. അങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടുവല്ല, അടിയിൽ കുഴിച്ചിടൂല. ഇത്തിരി മുകളിലായിട്ട് നിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ നിക്കണം. ഉള്ളി നടന്ന് അങ്ങനെ നമ്മൾ ഉള്ളി മുഴുവനും കൂടി മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിട്ടാല് അതങ്ങ് അളിഞ്ഞു പോവുകയുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ ഇടുമ്പോഴാണ് ഇതൊക്കെയാണ് ഇനി നമുക്ക് ഉള്ളിയായിട്ട് കിട്ടുന്നത്. ഓഹോ. കണ്ടോ, ശ്രദ്ധിച്ചോ. ഇത് നമ്മള് കുഴിച്ചിടരുത്, ഇങ്ങനെ മുകളിലായിട്ട് നിക്കണം. ഇതിനിടയ്ക്ക് ഇപ്പൊ ഏതാണ്ട് ഇട്ടിട്ടുണ്ടല്ലോ തക്കാളി. ഇത് എള്ള്
ഈ ഒരേക്കറിൽ ഇത്രേ പറ്റിയുള്ളൂ. ഇതായിപ്പം ചേച്ചിയുടെ കൃഷി ഞങ്ങൾ വെക്കാം. എന്റെ അമ്മച്ചി നല്ല വെയിറ്റ് ഉണ്ട്, എന്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട്. ഇതിപ്പോ അടുത്ത കൃഷിക്കുള്ള പാടം ഒരുക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഓണപ്പൂവിന്റെ തറയാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി മണ്ണൊക്കെ ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഇനി ശീതകാല വിത്തൊക്കെ പാകും. ശീതകാല വിത്ത്. അതുപോലെ തന്നെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നത് ഇത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പം ചേച്ചി കിഴങ്ങ് വിളവെടുപ്പിന് വേണ്ടി മാറ്റി വെച്ചേക്കും. ഉണങ്ങിയിട്ട് ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് എടുക്കും. ഒരാഴ്ച കഴിയുമ്പോ അപ്പം ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊക്കെ അന്നേരം അറിയാൻ പറ്റുള്ളൂ. വളർന്നു കഴിയുമ്പോ എങ്ങനെ ഇത് വാടിപ്പോവും? എങ്ങനെ ഇത് 3 മാസം ആകുമ്പോഴത്തേക്ക് ഇത് പഴുത്തങ്ങ് ഇങ്ങനെ ആവും. അതാണ് ഇതിന്റെ എത്തിന്നുള്ളതിന്റെ. എന്നിട്ട് നമ്മൾ ഒരു 2 ആഴ്ച വെള്ളം ഒഴിക്കാതെ തന്നെ വെക്കണം ഇത്. അതിൽ പിന്നെ വെള്ളം തൊടാൻ പാടില്ല. പിന്നെ മണ്ണി കിടന്നാൽ അത് പാകാവുന്നേ. ഒരു കിഴങ്ങെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ശരിയാ ശരിയാ, കിഴങ്ങുണ്ടെ കാണിച്ചു തരും. അത് പിന്നെ നമ്മുടെ ഉണ്ടമുളക്. ചേച്ചി ഇത് സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി. ഓക്കെ. പൂ പിന്നെ ഞാൻ പറിച്ച തന്നെ ആൾക്കാർ വഴക്ക് പറയാം, അതുകൊണ്ട് ഞാൻ പൂ പറിക്കുന്നില്ല. പയറ് കയറ്റി വിട്ടിട്ടുണ്ട്. ബീൻസ് ആണ്. അത് ഒരു ദിവസം കറി വെക്കാൻ മേടിച്ചപ്പോഴേ അത് പൊളിച്ചപ്പോ അതിനകത്ത് വേരായിട്ട് നിക്കണ്. അപ്പൊ പിന്നെ അതിനെ കളയാൻ മനസ്സ് വന്നില്ല. അപ്പൊ അങ്ങോട്ട് പൊളിച്ചു വെച്ചെന്നേ ഉള്ളൂ. എന്റെ ഈശ്വരൻ, അൾട്ടിമേറ്റ് പിശുക്കിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ് കൃഷിക്കാരും ഞാൻ ആദ്യമായിട്ട്. അതായത് പയറ് ബീൻസ് കറി വെക്കാൻ വേണ്ടി പയറ് പൊളിച്ചപ്പോ അതിലൊരെണ്ണം മുളച്ചിരിക്കുന്നു, അതെടുത്ത് നട്ടെന്ന്. അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്. പിന്നെ ഇവിടെ അടുത്തത് ഇത് നമ്മുടെ സാധാ പനിക്കൂർക്ക. ഇത് മറ്റേ കുടമുല്ല. അതൊക്കെ ഇത് ഞാൻ ഈ മഴ വന്നപ്പോ എല്ലാം മുറിച്ചെടുത്തു. ഇങ്ങനെ തഴച്ചു നിൽക്കുവായിരുന്നേ. ഇത് നിൽക്കാൻ കാര്യം എന്താണെന്നറിയോ, ഞങ്ങള് മുകളിലേക്ക് മാറി കഴിഞ്ഞപ്പോ ഇത് താഴെ നിൽക്കുവായിരുന്നേ. താഴത്ത് ചെന്നപ്പോ ഒരു സ്പേസ് ചുമ്മാ കിടക്കണം. നോക്കിയപ്പോ അപ്പുറത്തെ പറമ്പിൽ വീണ് കിടക്കോട്ടോ ആശാട്ടി. അപ്പോഴാണ് ഞാൻ മനസ്സിലായി, നമ്മൾ ഈ മക്കള് വലുതായാലും കുഞ്ഞുങ്ങളാന്ന് പറയത്തില്ലേ, ഇവള് കുഞ്ഞാന്നും പറഞ്ഞാൽ ഞാൻ എഴുതുന്നത്. അപ്പുറത്തെ പറമ്പിൽ വീണ് കിടക്കുന്നുണ്ടപ്പോ ഭയങ്കര വലിപ്പത്തിൽ തഴച്ചു കുഴച്ച് നിൽക്കുവോ. പിന്നെ ഞാൻ പോയി അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ഇതെല്ലാം മുറിച്ചൊക്കെ എടുത്ത് നമ്മൾ എടുത്തെടുത്തൊക്കെ പൊട്ടിക്കിളുത്ത് വരണം. കണ്ടോ, നമ്മള് നാട്ടിൽ പറയും നമ്മള് വഴി എന്ന് പറയുന്നത്, നമുക്ക് നടപ്പ് വഴി എന്ന് പറയുന്നത് 3 അടിയെങ്കിലും കാണുന്ന. ഇതിപ്പോ ഒരടി ഇവർ ഇട്ടിട്ടുള്ളൂ, ബാക്കി അടിയിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുക മുളകൊക്കെ ആയിട്ട്. ഇതെന്തുവാ ചേച്ചി? ഏത്? അത് ലെമൺ വൈൻ എന്ന് പറഞ്ഞ സാധനമാണേ. ഇത് നമുക്ക് കറിയിൽ വേണമെങ്കിൽ ഇടാം പുളിക്ക് പകരമായിട്ട്. പിന്നെ ഇത് ജ്യൂസ് അടിക്കാം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ. ചുമ്മാ തിന്നുകയും ചെയ്യാം. ഇപ്പൊ തിന്നാ പുളി ഉണ്ടാവും. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടാവും. പഴുത്തത് നോക്കിയെടുക്കും. അതല്ല, അതിനേക്കാൾ കുറച്ചും കൂടി പഴുത്ത ഇതല്ലേ. ഇതാണോ? ഇവിടെ എന്റെ ലെമൺ വൈൻ. ലെമൺ എന്റെ മോന്റെ വൈഫിന്റെ മാളുവിന്റെ ബന്ധത്തിലൊരു മോളുണ്ട്. അവള് വന്നു കഴിഞ്ഞാൽ ഇത് പറിച്ച് തിന്നിട്ട് അവളുടെ ഒരു കുഞ്ഞു ഒരു 2 വയസ്സൊക്കെ ഉള്ളു. അവളുടെ തീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നുമെന്ന് തോന്നുന്നു. ലെമൺ വൈൻ. ഇത് കാശ്മീരി മുളകാണ്. പുളിയുണ്ടാ? മീൻ കറിയൊക്കെ വെക്കാൻ നല്ലതാ. പീര വറ്റിക്കാനൊക്കെ സൂപ്പറാ. മറ്റേ പുളിയുണ്ടല്ലോ, ഓറഞ്ച് നിറത്തിലാവും ഇത് പഴുക്കുമ്പോഴേ. എന്നിട്ട് അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം പഞ്ചസാര. ഇത് ഇതിനെയും കാശ്മീരി വിത്താക്കാൻ വേണ്ടി വെച്ചേക്കുമായിരിക്കും. കാശ്മീരി മുളക്. ഇത് പഴുത്താലേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ കാശ്മീരി മുളകാണ്. കണ്ടോ? പക്ഷെ കാശ്മീരിക്ക് നമുക്ക് കിട്ടുമ്പോ അത് ചുക്കി ചുളുങ്ങിയത് കൊണ്ട് അത് ഉണങ്ങുമ്പോ ഇങ്ങനെ ചുരുണ്ട് വരൂലേ. കാശ്മീരി ഇത്രയും മുഴുക്കുമല്ലേ? അത്രയും മുഴുക്കും. കാശ്മീരി ഇതുണ്ടല്ലോ, മഴ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വീഴത്തില്ലേ, അപ്പോഴാണ് ഇതിന്റെ ഇലയൊക്കെ ഇരിക്കുന്നുണ്ടോ. മഴ ഒന്നോർത്താ ചെടിക്ക് നല്ലതാണ്, പക്ഷെ അത് ദോഷവുമാണ്. ഇങ്ങനെ കുത്തി കണ്ടിന്യൂസ് ആയിട്ട് വീഴുമ്പോൾ ഇതിന്റെ ഇലക്കൊക്കെ കുറച്ച്. പിന്നെ നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ഒന്നും നമ്മൾ അടിക്കണില്ലല്ലോ. ഞാൻ ഈ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം മാത്രമാണ് ഇവർക്ക് അടിക്കണത്. അപ്പൊ ആ ഒരു പരിമിതി ഉണ്ട്. മറ്റുള്ള അസുഖങ്ങൾ ഇതിപ്പോ കണ്ടോ, ഇലയൊക്കെ കുത്തി നിക്കണുണ്ടോ. ആവുന്നേ ഉള്ളൂ. ഇതാണ് മണിത്തക്കാളി. എനിക്കറിയാം മണിത്തക്കാളി. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറമ്പിൽ നിൽക്കുന്ന സാധനം ആണോ? ഇതെന്തിനാ കറി വെക്കൂ? അത് കറി വെക്കും. ഇതെടുത്ത് തീയല് പോലെ വെക്കും. ഇതിന്റെ ഇല തോരൻ വെക്കും. ചുമ്മാ പറിച്ച് കഴിക്കാം. ഈ മുളക് കണ്ടോ, അതെ നീളം കണ്ട മുളക് ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. വെറൈറ്റി അല്ലേ? മുളക് ഒത്തിരി ഉണ്ട്. ക്യാപ്സിക്കം. ക്യാപ്സിക്കം നമുക്ക് വീട്ടിലും വളർത്താം. ഇതെന്തുവാ ചേച്ചി? അതൊരു ചെടിയാണ്, പൂച്ചെടി. ഒരു ഓർണമെന്റൽ ചെടിയാ അത്. ചേച്ചി ആണ് മധുരക്കിഴങ്ങ്. ഇതാണ് ഈ ഗ്യാപ്പിലാണ് മധുരക്കിഴങ്ങ്. ഇതാ മധുരക്കിഴങ്ങ് വെച്ച് വെച്ചേക്കുന്നത്. കുറെ കിട്ടി കേട്ടോ, മധുരക്കിഴങ്ങ് ശരിക്കും കിട്ടി. ഈ മധുരക്കിഴങ്ങിനകത്തുനിന്ന് കിട്ടിയല്ലേ? 2-3 തവണ കിട്ടി. നന്നായിട്ട് കിട്ടി. അത് ഒട്ടും മണ്ണില്ലെന്ന് ഓർക്കണേ. അതാണ് അതിശയം വന്നത് നമുക്ക്. ഇതിനകത്ത് മണ്ണില്ല. ഇത് സൺഷെയ്ഡ് അല്ലേ. ചേച്ചി ഇവിടെ വെണ്ട വേറൊരു കളറിൽ നിൽക്കുന്നത്. ചുമല വേണ്ട. ഇത് നമ്മള് എന്താ പറയണ, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വെച്ചാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മള് ചെടി നട്ടു വെച്ചിട്ട് അങ്ങോട്ട് ഇവര് വിളവ് തരണമെന്നൊക്കെ പറഞ്ഞാൽ നടപ്പുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ പാലൊക്കെ ഉണ്ട് കേട്ടോ.
അത് മറ്റേ ഇങ്ങനെ ഇലയല്ലേ ഇല എടുക്കണം, ഇല നിറച്ച് കിട്ടും കേട്ടോ നമുക്ക്. ഓ മനസ്സിലായി. അത് ഈ കഴിഞ്ഞട ഞാനൊരാളോ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരട്ടെ. കാണിക്കേച്ചി. ബഡ്ഡിങ്, എയർ ലെയറിങ് ചെയ്ത് വെച്ചേക്കണതാണ്. ആയിട്ടില്ല കേട്ടോ, വേറൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അല്ല വന്നു എവിടെ ദേ അല്ല അത് ഇതല്ലേ. അറിയില്ല, പേര് വരാറാവുന്നേ ഉള്ളൂ. 1 മാസം ആയുള്ളൂ ഞാനിത് ചെയ്ത് വെച്ചിട്ട്. ഇത് എന്നതാ സംഭവം? പേര. അതെ, പേരയിൽ എന്നാ ചെയ്തു വന്നേരം? അത് നമ്മൾ അതിന്റെ ഇതൊക്കെ മാറ്റിയിട്ട് വേര് വരാൻ വേണ്ടി ചെയ്തു വെച്ചേക്കണാണ്. എന്നിട്ട് ഈ കമ്പ് മുറിച്ച് നടാനായിട്ട്. അപ്പൊ നമ്മളിത് പിടിച്ചു കിട്ടുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ വരുന്ന കുഞ്ഞു ചെടി തന്നെ നിറച്ച് പേരയ്ക്ക് കിട്ടും. ഓ ഇത് പിടിക്കും, അതായത് ചേച്ചി ലെയർ ചെയ്തേക്കുന്ന പിടിക്കുവാണെങ്കിൽ ഇതിലൊക്കെ നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാൻ പറ്റും. ഓ ഇത് ഇത്രയും വെച്ചിട്ട് അപ്പൊ ഇതിലൊക്കെ പൂവുണ്ടാവും. കായുണ്ടാവും. വേറൊരു സൂത്രം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും പിടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ശാസ്ത്രജ്ഞയുടെ വീട്ടിലാണ്, കർഷക ശാസ്ത്രജ്ഞയുടെ വീട്ടിലാണ്. ഇത് നിങ്ങള് കുറ്റിയമര. കുറ്റി അമര. ഇതാ നിങ്ങൾ കാണണം, ഇത് വേറൊരു സ്റ്റെപ്പ്, അവരുടെ വേറൊരു വീട്ടിലേക്കുള്ള സ്റ്റെപ്പ്, ഇത് ഇവരുടെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഇതിനിടയിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ കൂടെ ചേച്ചി സൂക്ഷിച്ച് നടക്കണേ. ചേച്ചി എന്നോട് പറയേണ്ട കാര്യമാണ്, നിനക്ക് എന്തെങ്കിലും പറ്റൂന്നല്ല, അവരുടെ ചെടിക്ക് എന്തെങ്കിലും പറ്റൂന്ന്. ചേച്ചി ഇതിനകത്ത് പാമ്പൊന്നും ഇല്ലല്ലോ? അയ്യോ ഇല്ല, ഇതുവരെയും ഇല്ല കേട്ടോ. എന്നോട് വീഡിയോയിലൊക്കെ ഓരോരുത്തർ കമന്റ് ഇടും, പാമ്പ് വരും സൂക്ഷിക്കണം. പക്ഷെ ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു നീർക്കോലിയെ പോലും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇനി രാത്രിയിലാണെങ്കിലും ഒക്കെ വന്നു പോകണ്ടോന്ന് എനിക്കറിയില്ല. അത് ബെറാപ്പിൾ ഇതേ കണ്ടോ? ഓ ഇതാണല്ലേ, പഴുത്തിട്ടില്ല, പച്ചയായി വരണേ ഉള്ളൂ. ഒരു മഞ്ഞ നിറം വരും പഴുക്കുമ്പോഴേ. ഇത് സീറ്റാന്നറിയാമോ, കഴിക്കാൻ എന്ത് രസമാണ്, നല്ല സൂപ്പർ സാധനം. ദേ അത് നോക്കി, അത് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചേക്കുവാണ്. ഈ കപ്പളത്തേലും ചെയ്തു വെച്ചിരിക്കുക. അപ്പൊ അത് പിടിക്കുവാണെങ്കിൽ എനിക്ക് പകുതി വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ കിട്ടും. ചേച്ചി ഈ കപ്പളത്തേലേ ഇങ്ങനെ വെക്കുമ്പോ അതന്നേരം പിന്നെ ഏതാ കുത്തുന്നത്? അല്ല, ഇതിന് വേര് പിടിക്കുവാണെങ്കിലുണ്ടല്ലോ, പിടിക്കുവാണെങ്കിൽ ഈ പകുതിക്ക് വെച്ച് മുറിച്ച് നമുക്ക് വേറൊരു ഇതിലേക്ക് നടാം. അപ്പം പിടിച്ച് നമുക്ക് അടുത്ത് തന്നെ കിട്ടും, പൊക്കം വെക്കാതെ. പിടിച്ച് കിട്ടിയാൽ മാത്രം, പിടിച്ച് കിട്ടിയാല് നമുക്ക് ഇങ്ങനെ പൊക്കത്തിന് കിട്ടും. പിടിച്ച് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കിട്ടും ചേച്ചി, കിട്ടും. ചെയ്ത് വെച്ച് ഒന്നും കിട്ടിയില്ല ചേച്ചി, എന്റെ കണ്ണാന്നൊന്നും ചേച്ചി കഷ്ടപ്പെടുന്നോണ്ട് ബലം കിട്ടുന്നേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മനുഷ്യരെ, ചേച്ചി ഈ ഡ്രമ്മറിനകത്താണ് ഈ പ്ലാവിനെ ഈ കപ്പളത്തിനെ ഒന്നിച്ച് വെച്ചത്. പ്ലാവില് വല്ലതും കായ്ച്ചോ ചേച്ചി? അത് ഞാൻ എന്റെ കുഞ്ഞൂട്ടനാണ്. കുഞ്ഞൂട്ടൻ 2 തവണ കഴിച്ചു കേട്ടോ. 2 തവണ കഴിച്ചു. ഇത് റെഡ് ജാക്കാണ്, ചുമന്ന ചുള വരുന്നത്. അതങ്ങും വിശാലമായിട്ട് നെഞ്ചും വിരിച്ച് അങ്ങ് വളരുക. അപ്പൊ ഉണ്ടല്ലോ, അപ്പുറത്തെ പറമ്പിലേക്ക് മറിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചില്ലകളെല്ലാം അങ്ങ് വെട്ടും. കാരണം വെച്ചാൽ ഇത് കണ്ടോ, ഈ ഡ്രമ്മൊക്കെ പൊട്ടി തുടങ്ങി, പിന്നെ കാറ്റ് പിടിച്ചാൽ അപ്പുറത്തേക്ക് പോകും ഉറപ്പായിട്ടും. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ വെട്ടി നിർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊരു സൂത്രം ഉണ്ട്, വഴുതന അല്ല ഇതേ നമ്മൾ ഈ നനകിഴങ്ങ് പൂടക്കിഴങ്ങ് എന്നൊക്കെ മനസ്സിലായി. മറ്റേ അത് താളിയായിട്ട് എന്തോ ഉപയോഗിക്കാം, മറ്റേ പൂടയുള്ളതല്ലേ അതിനകത്ത്, അതെന്തോ ഒരു പുഴുങ്ങിയും കഴിക്കാം, അല്ലാണ്ട് അത് തലയിൽ മുടിയിൽ തേക്കുന്ന എന്തോ ആണോ, നല്ല കൊഴുപ്പുണ്ട്. അതന്നെ ഷാമ്പു ആയിട്ട് എന്തോ യൂസ് ചെയ്യുന്ന. എനിക്ക് അറിയില്ലെങ്കിൽ എന്നെ തെറി വിളിക്കുന്നത്, അങ്ങനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു യൂസ് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്തുണ്ട് ആള് എല്ലാം കംപ്ലീറ്റ് പഴുത്ത് കഴിയുമ്പോ പറിക്കാന്നാ പറഞ്ഞേക്കണേ. ഇതാണ് ചേച്ചിയുടെ കുഞ്ഞൂട്ടൻ. ഈ കുഞ്ഞൂട്ടനാണ് കായ്ച്ചേക്കുന്നത്. മുഴുത്ത ചക്കയായിരുന്നോ? ഇത്ര ഒരുവിധം. ഇത് ഏതന്നെ വല്ല 18 മാസം അങ്ങനെ വല്ല? ഇത് 1.5-3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് 2 വർഷമൊക്കെ ആയപ്പോ തന്നെ കായ്ച്ചു. ഏതേച്ചി കാന്താരിയാണോ? മറ്റേ കാന്താരിയാണല്ലോ ഇത്. കാന്താരി അല്ല, ഇത് വൈറ്റ്, മറ്റേ കാന്താരി തന്നെ, പക്ഷെ വേറെ തന്നെ നിറച്ച് കിട്ടും കേട്ടോ. ഇവന്മാരൊക്കെ വെറുതെ ഇങ്ങനെ നിന്നാലും നമ്മള് പറമ്പിൽ കണ്ടിട്ടില്ലേ. പിന്നെ ഇത് മാലിമുളക്, മുളകിന്റെ തന്നെ ഒരു വേറെ. ചേച്ചി ഇതൊക്കെ കൊടുക്കാറുണ്ടോ, വിൽക്കാറുണ്ടോ? നമുക്ക് അങ്ങനെ വിൽക്കാറുള്ള ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ മുളക് നമ്മുടെ ആവശ്യത്തിന് എടുക്കും. ഈ മുളകെല്ലാം കൂടെ എന്ത് ആവശ്യത്തിനാ? മുളക് പൊടി കുറച്ചിട്ട് മുളക് പൊടി കഴിക്കും, മുളക് പൊടിയുടെ ഉപയോഗം കുറയ്ക്കും. പിന്നെ അതിന്റെ ഒരു വഴുതനക്കുട്ടി, മഴ വന്നെല്ലാം പോയതായിരുന്നു കേട്ടോ, ഇനിയിപ്പൊ ആയി വരണേ ഉള്ളൂ. ആയി വരണം. പിന്നെ ഇത് കണ്ട മുരിങ്ങ. ഞാൻ മുരിങ്ങ കണ്ടു. മുരിങ്ങ ബക്കറ്റിലാണ് വെച്ചേക്കണേ. കൊറേ ഇതിപ്പം ഇങ്ങനെ ഇടവിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ മുരിങ്ങ. ഇത് മറ്റേ സീതപ്പഴം, അതങ്ങനെ സീതപ്പഴം, അതും ബക്കറ്റിനകത്തല്ല. മുരിങ്ങയില് പൂവിട്ടിട്ടുണ്ടോ? കായുണ്ട്, ഇതാ അതിലൊക്കെ കണ്ടോ, തിരി വീണേക്കുന്ന കണ്ടോ, അന്നടുക്ക് ഇതിലൊക്കെ കണ്ടോർണം. ഇവിടെ പെട്ടെന്നാവും. വേറൊരു അതിനേക്കാൾ ഒരു സൂത്രം കാണിച്ചു. ചേച്ചിയുടെ വീട്ടിൽ മൊത്തം സൂത്ര. അവളുടെ കുഞ്ഞാവയാണ് ഇത്. അവളുടെ കുഞ്ഞാവയാണ്. നോക്കൂ, പൂവിട്ട്. അതല്ലേ പറഞ്ഞത് കണ്ടോ, ഇതിനകത്ത് വെച്ചത് ഞാൻ ഈ ഒരു കമ്പ വെച്ചത് കേട്ടോ. അത് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ അങ്ങ് പോവേ,
മെസ്സ് പോലെ. അപ്പൊ ഇന്നലെ ചേട്ടൻ അച്ചോട്ടനെ ഇതൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കി തന്നതാ. ഇതായി വേണ്ടത്, കാരണം ഇതും പൂത്തു. ഇത് മറ്റേ പീനട്ട് ബട്ടർ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ചേച്ചി, പഴുക്കത്തില്ലല്ലേ ഇപ്പോഴും? അത് പഴുത്തുണ്ടോന്ന് നോക്കി. ഇതെങ്ങനെ പഴുക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ. നല്ല ഓറഞ്ച് കളറാവും. അപ്പൊ ഒരു പൾപ്പ് പോലെ വരും. അപ്പൊ അത് പൊട്ടിച്ച് കഴിക്കും ആൾക്കാർ. ഇതിനകത്തൊന്നും പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇതിനകത്തൊന്നും പഴുത്തിട്ടില്ല ചേച്ചി. നല്ല സോഫ്റ്റ് ആവും അത്. ഇത് ചുമ്മാ പച്ചനം കടിച്ചു കഴിക്കും കേട്ടോ ആൾക്കാര്. ഇതാണ് പീനട്ട് ബട്ടർ. കടിച്ചു നോക്ക്, കപ്പലണ്ടിയൊക്കെ കടിക്കണ പോലെ. ഇതിനകത്ത് കുരുവും കൂടെ കടിച്ചു തിന്നും എല്ലാവരും. ഓഹോ, ഇത് മറ്റേ ചീരയല്ലേ പൊന്നാങ്കണ്ണി? പൊന്നാങ്കണ്ണി ചീരയുണ്ട്, പിന്നെ മയിൽപ്പീലി ചീരയുണ്ട്, കുരുമുളക്. വിളവെടുത്തായിരുന്നോ? എത്ര ട്രിപ്പ് ഇപ്പൊ പറിച്ചു വെച്ചിട്ട് ഇതൊരു 8-10 വർഷമായിട്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാരാ ഇവരൊക്കെ. ഞാൻ കാലങ്ങളെ ഷോട്ട് നിർത്താം, നമുക്ക് വീട്ടിൽ പോകും. ഈ ചേച്ചി നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ അതിശയിപ്പിച്ചോണ്ടിരിക്കും. കാരണം നിങ്ങൾ നോക്കിയേ, നടക്കാൻ പോലും ഞങ്ങൾക്ക് ഇടയില്ല. ഇത് ഇവരുടെ വീടിന്റെ സൈഡ്, ഇത് ഇവരുടെ മതില. ഈ മതിലേലാ ഈ 8 വർഷമായിട്ടുള്ളത്. ഇത് അടുത്ത വീടിന്റെ അപ്പുറത്തെ വീടിന്റെ. അതേ നമ്മുടെ തക്കാളി ഇച്ചിരി പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി ഓർമ്മ ഞാൻ പറിച്ചു. കഴുക പോലും വേണ്ട, ധൈര്യമായിട്ട് കഴിച്ചോ. പുളിയുണ്ട? നല്ല പുളിയുള്ള ടൈപ്പാ. നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. നിങ്ങൾ പുളി മാത്രമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ഏറ്റവും വലിയ എന്താ അറിയാമോ, കഴുക. ഞാൻ ഇങ്ങനെ കഴിക്കുന്നിടത്ത് എന്തായാലും വീടാണ് ഇവിടെ തക്കാളി. എനിക്ക് വയ്യ. എന്റെ പേര് എന്റെ വായി പൊഴിയുന്ന തക്കാളിയുടെ ശരണി തക്കാളി. ശരണി തക്കാളി നിന്ന് ചേച്ചി പേരിടും. എത്ര തക്കാളി ചോറുണ്ട്? 5. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. പൂത്ത് കേട്ടോ. പൂത്തിട്ട് മഴയായപ്പോഴത്തേക്ക് അതിന്റെ പൂ കൊഴിഞ്ഞു പോയി. ചേച്ചി ഒരു ഇത് ഒടിഞ്ഞതാണെന്ന് തോന്നുന്നത്, വെള്ളമൊക്കെ വെച്ചോ. ഈ നെല്ലി ഈ ഡ്രമ്മന്നകത്ത് അല്ലേ? അതിനകത്ത് ഏകദേശം എത്ര ചട്ടിയുണ്ട് ചേച്ചി? ചട്ടി മാത്രം പറഞ്ഞു. ചട്ടി മാത്രമായിട്ട് 200-200 കാണും. 200 അപ്പൊ വെറുതെ ചട്ടി വെച്ചാൽ ചട്ടിക്ക് തീരണ്ടെങ്കിലും കാണും. അത്രേ ഉണ്ടാവും. കാരണം നമുക്ക് മണ്ണില്ലാത്തതുകൊണ്ട് അതിന് ചേട്ടൻ തന്നെ ചീത്ത പറയേ, ഒരു ചട്ടിക്കകത്ത് വേറെ പല സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ നോക്കും, സ്ഥലം വേണ്ടേ. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ ഉള്ളതിനകത്തൊക്കെ ഒരു പരസ്പര ധാരണപ്പുറത്ത് അവരൊക്കെ ജീവിച്ചോട്ടെ. രണ്ട് പരസ്പര വിരുദ്ധരായവർ ഒരേ ചട്ടിയിൽ സുഖജീവിതം നയിക്കുന്ന ഒരു കാര്യം. ജീവിച്ചോട്ടെ. ഒരു കൂരയ്ക്കുള്ളിൽ മറ്റേ 2 മനസ്സുള്ളവർ കയറി താമസിക്കുന്ന പറഞ്ഞാൽ അല്ലേ? ഇവിടെ എല്ലാം ഉണ്ട്. ആര്യവേപ്പുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ചേച്ചിയുടെ ഒറിജിനൽ വീട്. ഇവർ ഇവിടെ നിന്ന് വാടകയ്ക്ക് കൊടുത്തിട്ട് മേളിലേക്ക് നമ്മളിപ്പോ ഏറ്റവും മുകളിലേക്ക് മാറി. അതെന്താന്നറിയാം, എനിക്ക് തോന്നുന്നു ഈ എല്ലാരും ചോദിച്ചേ ഇങ്ങനെ എടുത്ത് അവിടം വരെ വരുമ്പോഴത്തേക്കും ഏറ്റവും മുകളിലേക്ക് ഉണ്ടോന്ന് ചോദിക്കുമായിരുന്നു ഈ വരുന്നവരെ. അപ്പൊ ദേ ഇപ്പൊ ഏറ്റവും മുകളിലേക്ക് പോയി. ഏറ്റവും മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ താഴേക്ക്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ, ഇത് ഇവരുടെ വീട്. ഇതാണ് വഴി, ഇത് വീട്. ഇതാണ് ഞാൻ പറഞ്ഞ 2 സെന്റിലെ ചേച്ചിയുടെ വീട്ടിലകത്ത്. 2 ചേച്ചി 2.5 സെന്റിലെ 3 നല്ല വീട്. 2.5 സെന്റിൽ നിങ്ങൾ വീട് ആസ്പെറ്റോസ് ഒക്കെ ഇട്ട് ബാക്കിയുള്ളവർക്ക് സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ കൂടെ കൃഷിയായിട്ട് എല്ലാരെയും സംരക്ഷിച്ചെന്ന് പറയാം. മിനി എക്കോ സേഫ്. അതായത് നമ്മുടെ ബിന്നില്ലേ, വേസ്റ്റ് ബിന്നിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിന്റെ ആണത്. അങ്ങനെ. ഓക്കെ ചേച്ചി, ഭയങ്കര സന്തോഷം ചേച്ചി. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ചേച്ചിനെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. എന്തിനാണെന്നറിയാവോ, ഞാൻ പറഞ്ഞിട്ട് കുറേ മന്ദോത്തരങ്ങളുണ്ട്, അല്ലാണ്ട് കുറെ അറിയണമെന്ന് ആഗ്രഹമുള്ളതുണ്ട്. ചേച്ചി ടെക്നിക്ക് ഇനി എടുത്തിട്ട് ഇത് മുഴുവൻ നിങ്ങളൊരു ഇതിൽ പ്രത്യേകിച്ച് ടെക്നിക്കൊന്നും ഇല്ലെന്നേ. നമ്മുടെ ഓരോ ഇഷ്ടത്തിനും സന്തോഷത്തിനും നമ്മൾ ഓരോന്നങ്ങ് ചെയ്യുന്നുള്ളതല്ല, അല്ലാണ്ട് ടെക്നിക്കോ ഞാനൊരു എന്താ പറയുക. ഇനി സ്ഥലമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഞാൻ ഇടിക്കും. മിനി ചേച്ചിയുടെ വീഡിയോ കണ്ടോളാം. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ ഈ കൃഷിയില്ലേ, ഇപ്പം എനിക്ക് കണ്ടിട്ട് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒത്തിരി സ്പേസ് ഉള്ളവർ ഞങ്ങളുടെ റൂമിൽ ഞങ്ങളൊക്കെ ആ കൂടെ വെക്കുന്ന വെള്ളത്തിനകത്ത് വളരുന്ന ഒരു സാധനം. കാരണം നമുക്ക് പരിപാലിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എക്സ്ക്യൂസാണ് എങ്കിൽ കൂടിയും പറയാ. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ചേച്ചിയുടെ ആഗ്രഹം പോലെ വലിയൊരു അഗ്രികൾച്ചറൽ ഒരു യൂണിറ്റ് ചേച്ചി തുടങ്ങുക, അതായത് മീൻസ് കൃഷി ഇറക്കാം. അതെ, നമുക്ക് കുറച്ചും കൂടി സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ടെറസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി. പക്ഷെ ഇതിപ്പോ നമുക്ക് അതില്ല, ഏറ്റവും മുകളിൽ ഷീറ്റാണ് ഉള്ളത്. അപ്പൊ അത് കാരണമാണ് നമ്മൾ ഈ ഉള്ള സ്റ്റെപ്പിൽ മുഴുവൻ. ചേച്ചിക്ക് ആഗ്രഹമില്ലേ നടത്താൻ? പിന്നെ എന്താ തടസ്സം? നമുക്ക് സ്ഥലം വേണ്ടേ? സ്ഥലം ആരെങ്കിലും പാട്ടത്തിന് തന്നാലോ? പാട്ടത്തിനൊക്കെ തന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇതിനെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മക്കളെ ആരുടെടുത്തെങ്കിലും കുറച്ച് പൈസയും കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? നമ്മൾ നോക്കണ പോലെ എന്തായാലും ആവൂലല്ലോ. അതേ അവസ്ഥ തന്നെയാണ് ഇവർക്കും. നമ്മളിപ്പോൾ കുറച്ച് പാട്ടത്തിന് എവിടെയെങ്കിലും സ്ഥലം എടുത്തു, അതിൽ നമ്മളെന്തൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവണമെന്നില്ല. നമ്മളതുപോലെ കണ്ണിലെണ്ണ വെച്ച് ഇവരെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചേച്ചി എന്തായാലും നല്ലൊരു രീതിയിൽ ചേച്ചിക്ക് നല്ല ചേച്ചിയുടെ ആഗ്രഹം അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം സെറ്റപ്പ് ആവും. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. നല്ല പച്ചക്കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു.